ബിജെപി പിടിച്ച് അകത്തിട്ടിട്ട് ബി ജെ പി അല്ല പിടിച്ച് പുറത്തിട്ടത് അകത്തിട്ടത്. അവിടെ കുട്ടികളെ ഒറ്റയ്ക്ക് കണ്ടപ്പോൾ ഒരു ടി.ടി.ആണ് പോലീസുകാരോട് പറഞ്ഞു ഇവരെ ഒന്ന് ശ്രദ്ധിക്കാൻ. ഇവിടെയാണെങ്കിൽ നിങ്ങളങ്ങനെ എപ്പോഴും ഇതാ 3 പെൺകുട്ടികൾ ആരുമില്ലാതെ വരുന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കൊടുക്കില്ല. അവർ വിളിച്ചു, അവരുടെ മാതാപിതാക്കളെ വിളിച്ചു, ഒരു കുഴപ്പവുമില്ല, കന്യാസ്ത്രീകളുടെ കൂടെ ഞങ്ങൾ വിട്ടതാണെന്ന് പറഞ്ഞു. അപ്പൊ ടി.ടിക്ക് അത് കേൾക്കണ്ടേ? നിങ്ങൾ എവിടെ ഉണ്ടായിരുന്നോ? ആദ്യമായിട്ട് പറയുന്നു പറഞ്ഞിരിക്കുന്നു. റിപ്പോർട്ടർ ടിവിയുടെ ആദ്യം റിപ്പോർട്ടർ ടിവി ഒഫീഷ്യലായിട്ട് ഞാൻ വരുത്തി. എങ്ങനെ ഒഫീഷ്യലായിട്ട് കാര്യങ്ങൾ വരും. സൗണ്ട് ബൈറ്റ്, ആ കുട്ടികളുടെ ബൈറ്റ്, സൗണ്ട് ബൈറ്റ് എപ്പോഴാണ് കിട്ടിയത്? ആ കുട്ടികൾ തന്നെ പറയുന്ന എപ്പോഴും ആദ്യം റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർ ഇപ്പൊ പറയും എങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾ പറ, എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് അറിയാലോ. കുട്ടികൾ പറഞ്ഞു ഞങ്ങൾ 5 വർഷമായി ക്രിസ്ത്യാനികളാണ്. അതല്ലല്ലോ നിങ്ങൾ ചോദിച്ചത്. ഏതാ ആരെ പിടിച്ചതെന്നല്ലേ ചോദിച്ചത്? ബിജെപി സർക്കാർ. പിന്നെ ആരാ പിടിച്ചത്? ഇത് അവിടുത്തെ ഉദ്യോഗസ്ഥരല്ലേ? അങ്ങനെയാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞു. ഇവിടെ ഒരു പോലീസ് വർധന ഉണ്ടാകുമ്പോൾ ആഭ്യന്തരമന്ത്രി രാജിവെക്കണം, മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയുന്നത് പിന്നെ എന്തിനാണ്? അത് കൊടുത്തോ മന്ത്രി? അല്ലെന്നേ കൊടുത്തോളാനേ. റിപ്പോർട്ടർ കൊടുത്തോ? എത്ര തകർത്തവരാണ് നിങ്ങൾ കൊടുത്തോ? മന്ത്രി പറയുന്ന വാദം ശരിയാണെങ്കിൽ ടി.ടി ആണെങ്കിൽ അല്ല, റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്നത് ആദ്യം കൊടുക്കുന്നത് പല പോർട്ടുകളും തകർത്തതാണ്. എന്നെ തകർത്തു. പറഞ്ഞു ബിജെപി സഭകളുടെ ബന്ധം ഇത് മോശപ്പെടുത്തുമോ? ഈ ഒരു സംഭവം കേരളത്തിലെ സഭകളും ബിജെപിയോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും അല്ലല്ല, ഇപ്പോഴല്ല ഞാൻ പറയുന്നത്. ഇതിന്റെ സംഭവ വികാസങ്ങളുണ്ടല്ലോ. ഞങ്ങള് എത്രമാത്രം ബോധ്യപ്പെടുത്തുന്നു, എങ്ങനെയാണ് ജനങ്ങൾ റിയാക്ട് ചെയ്യുന്നത്. ഇപ്പം മണിപ്പൂർ വിഷയം വന്നു, ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് കിട്ടി, വോട്ട് കിട്ടി. അല്ലായിരുന്നു അത്രയും കിട്ടില്ലായിരുന്നു. ഇവിടെയാണ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്, ജനങ്ങളല്ലാതെ മാധ്യമങ്ങളോ വേറെ ആരുമല്ല. ഇത് എങ്ങനെ ബോധ്യപ്പെടുത്താൻ സാധിക്കും? ഇത് വിഷയം ഉണ്ടായിരിക്കുന്നു. എങ്ങനെ ബോധ്യപ്പെടുത്താൻ സാധിക്കും എന്നതിൻ്റെ അടിസ്ഥാനം അതാ പറഞ്ഞാൽ ഇപ്പം പറ്റിയല്ലെന്ന്. മണിപ്പൂരിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ബോധ്യപ്പെടുത്തി ജനങ്ങളെ. ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. കാരണം ഇതിനെ നിങ്ങളെതിർക്കും, മാധ്യമങ്ങളെതിർക്കും. ബിജെപി പരാജയപ്പെട്ടു അല്ലെങ്കിൽ മണിപ്പൂരിൽ തകർത്തു എന്നൊക്കെയായിരുന്നില്ല. പക്ഷേ അത് ക്രിസ്ത്യാനികളെ ബോധ്യപ്പെടുത്തിയത് കൊണ്ടാണ് നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം പോസിറ്റീവായി. അപ്പോൾ അതുകൊണ്ട് ഇവിടെയും ഇതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അത് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളതാണ്. ഞങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതാണ്, ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. അത് കഴിഞ്ഞു.